നമസ്കാരം. ഇന്ത്യയിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ് ജാർ ആപ്പ്. ഒരു ദിവസം വെറും 10 രൂപ മുതൽ സ്വർണ്ണത്തിൽ നിക്ഷേപിച്ച് സേവ് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും. പക്ഷേ ഈ ആപ്പ് ശരിക്കും വിശ്വസിക്കാമോ? ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി നോക്കാം. ജാർ ആപ്പ് എന്താണ്? ജാർ ആപ്പ് എന്നത് നിങ്ങളുടെ പണം 24 ക്യാരറ്റ് ഗോൾഡിൽ ഡിജിറ്റലായി സേവ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ഈ പണം എപ്പോൾ വേണമെങ്കിലും വിത്ഡ്രോ ചെയ്യാം, അതല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡായി വീട്ടിലേക്ക് ഡെലിവർ ചെയ്യിക്കുകയും ചെയ്യാം. ഒരു ദിവസം 10 രൂപ, 20 രൂപ എന്നിങ്ങനെയോ അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ ഒരു നിശ്ചിത തുക സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഇക്കൂടാതെ നിങ്ങൾ ഓൺലൈൻ ഇടപാടുകളിൽ നിന്ന് ചെറിയ തുകകൾ ഓട്ടോമാറ്റിക്കായി റൗണ്ട് ഓഫ് ചെയ്ത് ആ തുക ഡിജിറ്റൽ സ്വർണ്ണമായി നിക്ഷേപിക്കാനും കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾ 48 രൂപയുടെ ഒരു ബിൽ അടച്ചാൽ ജാർ ആപ്പ് അതിനെ 50 രൂപയായി റൗണ്ട് ഓഫ് ചെയ്യും. ബാക്കി വരുന്ന 2 രൂപ ഓട്ടോമാറ്റിക്കായി ഡിജിറ്റൽ സ്വർണ്ണമായി നിങ്ങളുടെ അക്കൗണ്ടിൽ സേവ് ചെയ്യും. ജാർ ആപ്പിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിവേഗം പണം സേവ് ചെയ്യാം. ചെറിയ തുകകൾ പോലും ഓട്ടോമാറ്റിക്കായി സേവ് ചെയ്യാൻ സഹായിക്കുന്നതിനാൽ സേവിങ്സ് ഒരു ശീലമായി വളർത്താൻ ഇത് ഉപകരിക്കുന്നു. കുറഞ്ഞ തുകയിൽ നിക്ഷേപം. വെറും 10 രൂപ മുതൽ നിക്ഷേപം തുടങ്ങാം. ഇത് വിദ്യാർത്ഥികൾക്കും ദിവസവേതനക്കാർക്കും വരുമാനം കുറഞ്ഞവർക്കും ഏറെ പ്രയോജനപ്രദമാണ്. ഡിജിറ്റൽ ഗോൾഡ്. നിങ്ങൾ സേവ് ചെയ്യുന്ന പണം 24 കാരറ്റ് ഡിജിറ്റൽ സ്വർണ്ണമായിട്ടാണ് മാറുന്നത്. ഇതിന് ഫിസിക്കൽ സ്വർണം സൂക്ഷിക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വമുണ്ട്. കൂടാതെ പണിക്കൂലി പോലുള്ള ചിലവുകൾ ഒഴിവാക്കാം. എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും സ്വർണം വിറ്റ് പണമായി ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയെടുക്കാം. ജാർ ആപ്പിന്റെ നെഗറ്റീവ്സ് ഇവയാണ്: GST, നികുതി തുടങ്ങിയ ചിലവുകൾ. ഡിജിറ്റൽ സ്വർണം വാങ്ങുമ്പോൾ GST നൽകണം. അതുപോലെ സ്വർണം വിൽക്കുമ്പോൾ ലാഭത്തിന് നികുതി നൽകേണ്ടിവരും. കസ്റ്റമർ സപ്പോർട്ട് പ്രശ്നങ്ങൾ. ചില ഉപഭോക്താക്കൾക്ക് പണം വിഡ്രോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളുണ്ടാകുമ്പോഴോ കസ്റ്റമർ സപ്പോർട്ടുമായി ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആർക്കാണ് ജാർ ആപ്പ് അനുയോജ്യം? ദിവസവും ചെറിയ തുകകൾ സേവ് ചെയ്ത് ഒരു ശീലം വളർത്താൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് ഈ ആപ്പ് വളരെ നല്ലതാണ്. ജാർ ആപ്പ് വേഴ്സസ് മറ്റ് നിക്ഷേപ മാർഗങ്ങൾ. ഡിജിറ്റൽ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ ജാർ ആപ്പ് മാത്രമല്ല, മറ്റ് മാർഗങ്ങളുമുണ്ട്. ഗോൾഡ് ETF, സോവറൻ ഗോൾഡ് ബോണ്ട് എന്നിവ ഉദാഹരണം. ഇവയെ അപേക്ഷിച്ച് ജാർ ആപ്പിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പവും ലളിതവുമാണ്. എന്നാൽ വലിയ തുകകൾക്ക് നികുതി ആനുകൂല്യങ്ങളും കൂടുതൽ ലാഭവും നൽകുന്നത് SGB പോലുള്ള മറ്റ് നിക്ഷേപ മാർഗങ്ങളായിരിക്കും. ജാർ ആപ്പ് എന്നത് ഒരു നിക്ഷേപ ഉപകരണമെന്നതിലുപരി പണം സേവ് ചെയ്യാനുള്ള ഒരു ശീലം വളർത്താൻ സഹായിക്കുന്ന ഒരു ടൂളാണ്. ചെറിയ തുകകൾ ലാഭിക്കാൻ ഇത് വളരെ പ്രയോജനപ്രദമാണ്. എന്നാൽ വലിയ തുകകൾ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ കൂടുതൽ മെച്ചപ്പെട്ട മറ്റ് മാർഗങ്ങൾ പരിഗണിക്കുന്നതാണ് ഉചിതം. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഈ ആപ്പ് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ജാർ ആപ്പിന്റെയും ജാർ പോലെ ഗോൾഡ് സേവ് ചെയ്യാൻ കഴിയുന്ന ഗൊല്ലക് എന്ന ആപ്പിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.